ബ്രാൻഡ് ന്യൂ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പഴയ ആ ഒരു ഹൈസ്കൂൾ കുട്ടിയായിട്ടുള്ള പീറ്റർ പാക്കറുടെ അടുത്തേക്കല്ല. മറിച്ച് അയാൾ ഇപ്പോൾ തികച്ചും ഒറ്റയ്ക്കാണ്. അമ്മായി മെയ് ഇല്ല, അവനെ അറിയുന്ന സുഹൃത്തുക്കളില്ല, അവനെ ഓർക്കുന്ന കാമുകിയില്ല. ക്ലാസിക് സ്പൈഡർമാൻ കോമിക്കുകളിൽ നിന്നും നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു എക്സ്ട്രേഷൻ ടോർച്ചർ അല്ലെങ്കിൽ ധർമ്മസങ്കടം ഈ ഒരു സിനിമയുടെ അടിത്തറ തന്നെ അത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കണമെങ്കിൽ താൻ അവരിൽ നിന്നും അകന്നു നിൽക്കണം എന്നുള്ള കടുത്ത തീരുമാനം പീറ്റർ എടുത്തിരിക്കുകയാണ്. പക്ഷേ മനുഷ്യനാണ്, ഉള്ളിൽ വൈകാരികമായിട്ടുള്ള ഒരുപാട് ബന്ധത്തിന് വേണ്ടിയുള്ള അയാൾ കൊതിക്കുന്നുണ്ടാവും. ഈ അവസ്ഥയിലാണ് പീറ്ററിന്റെ ശരീരത്തിലും ശക്തികളിലും അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത്. അവന്റെ സ്പൈഡർ ഡി എൻ എയിൽ പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു തരംഗം കാരണം സ്വന്തം ശക്തികളെ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പീറ്റർ എത്തുകയാണ്. ഇതിനിടയിലാണ് നഗരത്തിലെ പുതിയ ഭീഷണികൾ ഉയർന്നു വരുന്നത്. ഇവിടെയാണ് ടോം ഹോളണ്ട് എന്ന് പറയുന്ന നടന്റെ പ്രകടനം നമ്മളെ ഒരുപാട് അത്ഭുതപ്പെടുത്തുന്നത്. മുൻപത്തെ ചിത്രങ്ങളിൽ കണ്ടിട്ടുള്ള ആ ഒരു കുട്ടിക്കളിയോ അതല്ലെങ്കിൽ ചാഞ്ചാട്ടമോ അല്ല ഇത്തവണ. തോളിൽ വലിയൊരു ഭാരം ചുമക്കുന്ന അനുഭവ സമ്പത്തുള്ള എന്നാൽ ഉള്ളിൽ വലിയൊരു മുറിവുള്ള പീറ്റർ പാർക്കറെ ടോം ഹോളണ്ട് അവസരമായി തന്നെ ഈ സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഹാരി പോട്ടർ പരമ്പരയിൽ കഥാപാത്രങ്ങൾ വളർന്നു വരുന്നതായി പോലെയുള്ള ഒരു ഹോം ടോളിന്റെ സ്പൈഡർമാനും എം സിയും വളർന്നു വന്നിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ചു തന്നെ പറയാൻ പറ്റും എന്നുള്ളതാണ്.